Hello, welcome. My name is Nishad and this is English Wow. In, on, at. മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഒരുവിധം എല്ലാ ആളുകളെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് സംസാരിക്കുന്ന സമയത്ത്. ഇന്ന് വെക്കണോ, ഓൺ വെക്കണോ, അറ്റ് വെക്കണോ എന്നുള്ളത്. ശരിക്കും ഇതിൻ്റെ യൂസൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ റൂൾസൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇന്ന്, ഓൺ, അറ്റ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള പ്രാക്ടീസാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ കൂടുതലും ഈ ഇൻ, ഓൺ, അറ്റ് ഇത് മാത്രമേ നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഓരോ മലയാളം സെൻറ്റൻസുകളും അതിൻ്റെ ഇംഗ്ലീഷും പറയുന്നുണ്ട്. ഈ ഇന്നും, ഓണും, അറ്റും ഇതിലൊക്കെ കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് എംഫസൈസ് ചെയ്ത് ഒന്ന് ഊന്നൽ കൊടുത്തിട്ടാണ് പറയുക. അപ്പോൾ ഞാൻ അതിൻ്റെ മലയാളം പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക, കൂടെ പറഞ്ഞു നോക്കുക. പിന്നെ ഈ പ്രാക്ടീസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ, ഓൺ, അറ്റ് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, കൂടെ സംസാരിക്കാം. അവൾ പാരീസിലാണ് താമസിക്കുന്നത്. ഷീ ലിവ്സ് ഇൻ പാരീസ്. നമ്മൾ പാർക്കിൽ വെച്ച് കാണും. വി വിൽ മീറ്റ് അറ്റ് ദ പാർക്ക്. പൂച്ച റൂഫിൻ്റെ മുകളിലാണ്. ദ കാറ്റ് ഈസ് ഓൺ ദ റൂഫ്. 1990 അവൻ ജനിച്ചത്. ഹി വാസ് ബോൺ ഇൻ 1990. അവർ ചൊവ്വാഴ്ച എത്തും. ദേ വിൽ റീച്ച് ഓൺ ട്യൂസ്ഡേ. മീറ്റിംഗ് 9 മണിക്കാണ്. ദ മീറ്റിംഗ് ഈസ് അറ്റ് 9. ചാവി എൻ്റെ ബാഗിലാണ്. ദ കീസ് ആർ ഇൻ മൈ ബാഗ്. ഞാൻ എൻ്റെ ഫോണ് ബെഡിൽ വെച്ചു. ഐ ലെഫ്റ്റ് മൈ ഫോൺ ഓൺ ദ ബെഡ്. അവൾ പാടാൻ ഉഷാറാണ്. ഷീ ഈസ് ഗുഡ് അറ്റ് സിംഗിങ്. അവനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഹീ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. ഷോ തുടങ്ങുന്നത് 7 PM. ദ ഷോ സ്റ്റാർട്ട്സ് അറ്റ് 7 PM. അവർ ബെഞ്ചിലിരിക്കുകയാണ്. ദേ ആർ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. പാർട്ടി ജൂണിലാണ്. ദ പാർട്ടി ഈസ് ഇൻ ജൂൺ. ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു ട്രിപ്പിന് പോയി. വി വെൻറ്റ് ഓൺ എ ട്രിപ്പ് ലാസ്റ്റ് മന്ത്. ഈവൻറ്റ് ഹോട്ടലിലാണ്. ദി ഈവൻറ്റ് ഈസ് അറ്റ് ദ ഹോട്ടൽ. അയാൾ കാലിഫോർണിയയിലാണ് താമസിക്കുന്നത്. ഹി ലിവ്സ് ഇൻ കാലിഫോർണിയ. പൂക്കൾ ടേബിളിൻ്റെ മുകളിലാണ്. ദ ഫ്ലവേഴ്സ് ആർ ഓൺ ദ ടേബിൾ. കോൺഫറൻസ് കൺവെൻഷൻ സെൻറ്ററിലാണ്. ദ കോൺഫറൻസ് ഈസ് അറ്റ് ദ കൺവെൻഷൻ സെൻറ്റർ. അവൾ തിടുക്കത്തിലായിരുന്നു. ഷീ വാസ് ഇൻ എ ഹറി. ഞാൻ നിന്നെ വെള്ളിയാഴ്ച വിളിക്കാം. ഐ വിൽ കോൾ യു ഓൺ ഫ്രൈഡേ. സ്റ്റോർ 10 മണിക്കാണ് തുറക്കാറുള്ളത്. ദ സ്റ്റോർ ഓപ്പൺസ് അറ്റ് 10 AM. അവൾ ലെറ്റർ മെയിൽ ബോക്സിലിട്ടു. ഷീ പുട്ട് ദ ലെറ്റർ ഇൻ ദ മെയിൽ ബോക്സ്. നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് കാണുന്നത്. വി ആർ മീറ്റിംഗ് അറ്റ് ദ റെസ്റ്റോറൻറ്റ്. അവർ കല്യാണം കഴിച്ചത് 2020. ദേ ഗോട്ട് മാരീഡ് ഇൻ 2020. കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ കിഡ്സ് ആർ പ്ലേയിങ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. അപ്പോയിൻമെൻറ്റ് 3 PM. ദി അപ്പോയിൻമെൻറ്റ് ഈസ് അറ്റ് 3 PM. അയാൾ ആ മോതിരം ഗാർഡനിൽ കണ്ടെത്തി. ഹി ഫൗണ്ട് ദ റിംഗ് ഇൻ ദ ഗാർഡൻ. അവൾ ചെയറിലിരിക്കുകയായിരുന്നു. ഷീ വാസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. ബസ് ഉച്ചയ്ക്കാണ് എത്താറുള്ളത്. ദ ബസ് അറൈവ്സ് അറ്റ് നൂൺ. അവൻ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിയിങ് ഇൻ ദ ലൈബ്രറി. ചിത്രം ചുമരിലാണ്. ദ പിക്ചർ ഈസ് ഓൺ ദ വാൾ. ഞങ്ങൾക്ക് 8:30 AM ക്ലാസ് ഉണ്ട്. വി ഹാവ് ക്ലാസ് അറ്റ് 8:30 AM. അവരൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ദേ ആർ സ്റ്റേയിങ് ഇൻ എ ഹോട്ടൽ. പേന ഡെസ്കിൻ്റെ മുകളിലാണ്. ദ പെൻ ഈസ് ഓൺ ദ ഡെസ്ക്. അവൾക്ക് ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഷീ ഈസ്
ഇൻട്രസ്റ്റഡ് ഇൻ ആർട്സ്. ഞങ്ങൾ നിന്നെ ഞായറാഴ്ച കാണും. വി വിൽ സീ യു ഓൺ സൺഡേ. ട്രെയിൻ പുറപ്പെടുന്നത് 6 PM ദ ട്രെയിൻ ലീവ്സ് അറ്റ് 6 PM. ലാപ്ടോപ്പ് കൗണ്ടറിലാണ്. ദ ലാപ്ടോപ്പ് ഈസ് ഓൺ ദ കൗണ്ടർ. 11 AM ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ലെക്ചർ സ്റ്റാർട്ട്സ് അറ്റ് 11 AM. അവൾ ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചേർന്നു. ഷീ അറൈവ്ഡ് ഇൻ ദി ആഫ്റ്റർനൂൺ. മിഡ്നൈറ്റിലാണ് സിനിമ തുടങ്ങുന്നത്. ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് മിഡ്നൈറ്റ്. അവളൊരു കോഴ്സിന് ചേർന്നു. ഷീ ഈസ് എൻറോൾഡ് ഇൻ എ കോഴ്സ്. ഞാൻ നിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ പിക്ക് ചെയ്യാം. ഐ വിൽ പിക്ക് യു അപ്പ് ഓൺ ദ വേ ഹോം. മാസത്തിൻ്റെ അവസാനമാണ് പരീക്ഷ. ദി എക്സാം ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത്. മാഗസിൻ കോഫി ടേബിളിൻ്റെ മുകളിലാണ്. ദ മാഗസിൻ ഈസ് ഓൺ ദ കോഫി ടേബിൾ. മീറ്റിംഗ് ഓഫീസിലാണ്. ദ മീറ്റിംഗ് ഈസ് അറ്റ് ദി ഓഫീസ്. അവൾ ഫൈനാൻസിലാണ് ജോലി ചെയ്യുന്നത്. ഷീ ഈസ് വർക്കിംഗ് ഇൻ ഫൈനാൻസ്. ജൂലൈ 4 സെലിബ്രേഷൻ. ദ സെലിബ്രേഷൻ ഈസ് ഓൺ ദ 4th of July. അയാൾ ഒരു മാരത്തോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ മാരത്തോൺ. പിസ്സ കിച്ചൺ കൗണ്ടറിലാണ്. ദ പിസ്സ ഈസ് ഓൺ ദ കിച്ചൺ കൗണ്ടർ. ഗെയിം സ്പോർട്സ് കോംപ്ലക്സിലാണ്. ദ ഗെയിം ഈസ് അറ്റ് ദ സ്പോർട്സ് കോംപ്ലക്സ്.